തദ്ദേശ ഭരണ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെല്ലാം പുതിയ ഭരണസമിതി നിലവിൽ വന്നു. വനിതകളടക്കമുള്ള മേയർമാർ ചുമതലയേറ്റെങ്കിലും സ്ത്രീകളുടെ കണ്ണീര് വീണ് കുതിർന്നാണ് 3 നഗരസഭകളിലെങ്കിലും മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. കൊച്ചിയിൽ പാർട്ടിയിൽ സീനിയറാണെങ്കിലും തഴയപ്പെട്ടുവെന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ പരാതി. കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ ലഭിച്ച വനിതയെയും 2ാം ടേമിനായി മാറ്റി നിർത്തി. മേയർ തെരഞ്ഞെടുപ്പിൽ KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് തെരഞ്ഞെടുപ്പെന്ന് പക്ഷെ പാർട്ടി ആണയിടുകയും ചെയ്യുന്നു. മാനദണ്ഡം എന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല. VK മിനിമോൾ കൊച്ചി മേയർ ദീപ്തി മേരി വർഗീസിന്റെ പേര് വെട്ടി. കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. ഇടപെടാൻ പാടില്ല, ഞാനല്ല കേട്ടോ, ഞാനല്ല, ഒരാളും ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. ഒരു പാഴ്മോഹന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? പാർട്ടിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വളരെ സിമ്പിളായിട്ടാണ് ഈ മേയറെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം തിരഞ്ഞെടുത്തത്. പുതിയ ഗ്രൂപ്പിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഈ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നു. ഇത് നിർഭാഗ്യകരമാണ്. ഇനി ഇവിടെ നിന്ന ഞാൻ ആരോടെങ്കിലും കറുത്ത വാക്ക് പറഞ്ഞു. അമ്പലപ്പാട്ടുകാരുടെ പഴങ്കഥകളൊക്കെ എനിക്ക് നിശ്ചയമുള്ള പോലെ ആർക്കും അറിയില്ല. സ്വതന്ത്രമായ രീതിയിൽ കൗൺസിലർമാർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നൽകേണ്ടതായിരുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്. ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ സംസ്ഥാന പോലീസിലെ ആദ്യ വനിതാ IPSകാരി, ആദ്യ വനിതാ DGP, അങ്ങനെയുള്ള R ശ്രീലേഖ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങുമ്പോൾ മേയർ പദവിയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കില്ല. കിരൺ ബേദി IPSനെ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഡൽഹി പിടിക്കാൻ ഇറക്കിയ ഉദാഹരണങ്ങൾ ഓർത്ത് അവരുടെ മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ടാകണം. ചരിത്രത്തിൽ ആദ്യമായി BJP പിടിച്ച നഗരസഭയിൽ R ശ്രീലേഖ മേയറാക്കി രാജ്യം മുഴുവൻ ചർച്ചയാക്കാൻ സംസ്ഥാന നേതൃത്വവും മോഹിച്ചു. പക്ഷേ അങ്ങ് ഡൽഹിയിൽ പിടിയുള്ള നേതാക്കൾ പാർട്ടിയിൽ വേറെയുമുണ്ട്. അവരിറങ്ങിക്കളിച്ചു. കൂടുതൽ കൗൺസിലർമാരും പിന്തുണച്ച VV രാജേഷ് മേയറാവുകയും ചെയ്തു. VV രാജേഷ് തിരുവനന്തപുരം മേയറാകും. അനുകൂലമായത് RSSന്റെ ഇടപെടലും മുരളീധര പക്ഷത്തിന്റെ നീക്കങ്ങളും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 40 പേർ, 50 പേരും യോഗ്യരാണ്. പക്ഷെ പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആരും അറിയാതെ നീ കാവലിൽ നിൽക്കണം. ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ 2 കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം.